അന്നേരത്തതാ വീണു ഒരു തേങ്ങ, അത് ഹിജാബ്. അങ്ങനെ അവൻ മോങ്ങാൻ തുടങ്ങി. അങ്ങനെയുമുണ്ട്, അത് തികച്ചും ആസൂത്രിതമായതാണ്. മറുപടി ഉണ്ടായി. ഇത് ഈ അടുത്ത സമയത്ത് കർണാടകയിൽ കോടതിയുടെ മുന്നിൽ 400 കൊല്ലങ്ങൾക്ക് മുമ്പ് മുത്തുനബി പറഞ്ഞതാണ്. എന്റെ മുത്തുനബി, നിങ്ങളുടെ മുത്തുനബി എത്ര വ്യക്തമാണെന്ന് നിങ്ങൾ കേട്ടു. എന്റെ സമുദായത്തിലെ പെൺകടിമാർ അവർ വസ്ത്രധാരണികളാണ്. പക്ഷേ അങ്ങനെ എന്തെല്ലാം ദിക്റുകളാണ്. ഒരു മനുഷ്യന് ദിക്റില്ലാത്തൊരു ഉണ്ടാക്കി ജനങ്ങളുടെ ഹൃദയം ഭിന്നിപ്പിച്ചാലല്ലേ ഇവിടെ വോട്ട് ബാങ്കുകൾ ഉണ്ടാകൂ. ഏത് മതവും സ്വീകരിക്കാനും ഏത് ആചരിച്ചു പരിപൂർണമായും യശസ്സോടെ ആളുകളൊക്കെ കാണുന്ന വിധത്തിൽ ന്മാരും സിഖുകാരും ക്രൈസ്തവരും ഹിന്ദുക്കളും എല്ലാവരും ഉള്ള കുട്ടിക്ക് നല്ല ജോലി കിട്ടുമ്പോൾ നമ്മൾ അസൂയ വെക്കരുത്. നമുക്ക് മാത്രം ചെയ്യാൻ ശ്രമിക്കണം, പാവങ്ങളെ സഹായിക്കാൻ ശ്രമിക്കണം. എനിക്കൊരു ഉത്തമ ബോധ്യമുണ്ട്, 10 ആളുകൾ കേട്ടാലും നിന്റെ മൊബൈലിലേക്ക് മെസ്സേജ് അയച്ചവരെവിടെ? നിന്റെ ഇൻസ്റ്റഗ്രാമിൽ നിന്നെ ഫോളോ ഇങ്ങനെ നടക്കുകയാണ്. മോളെ, മരിക്കുന്നൊരു ദിവസമുണ്ട്, നിന്നെ അന്ന് പള്ളിക്കാട്ടിൽ കൊണ്ടുവന്ന് താഴ്ത്തി വെക്കും. നിന്റെ വാപ്പയില്ല കൂട്ടുക വരാത്ത ഖബറിൽ നീ ഒറ്റയ്ക്കാണ്, ഞാൻ ഒറ്റയ്ക്കാണ്. നിങ്ങൾക്ക് മിക്സിയുടെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ തുടങ്ങിയാ പോരെ സ്വല്ലല്ലാഹു. ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലും എന്ന് പറഞ്ഞാൽ അവന്റെ 10 പാപങ്ങൾ പൊറുക്കും. മുഹദ്ദിദീങ്ങൾ പറഞ്ഞു, അവന് 10 പദവികൾ ദുനിയാവിൽ ഉയർത്തും, ആഖിറത്തിൽ ഉയർത്തും. അവന്റെ 10 പാപങ്ങളെ മായ്ക്കപ്പെടും സ്വലാത്ത് ചൊല്ലിയാൽ. അതുകൊണ്ട് ഒരു 11 സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ഇറക്കാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു. ഇപ്പോൾ ഹിജാബ് വിവാദം നടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഹിജാബ് വിവാദമായത്? സമുദായത്തിലെ ഭൂരിപക്ഷം വരുന്ന പെങ്ങന്മാരും ഹിജാബ് ധരിക്കുന്നില്ല. അതാണ് മറ്റൊരു പ്രധാന കാരണം. വേറൊരു കാരണമുണ്ട്. അതായത് സംഘപരിവാർ എന്ന് പറയുന്ന നായ മോങ്ങാനിരുന്നതാണ് തെങ്ങിന്റെ മുട്ടിൽ ഒരു തേങ്ങ വീഴുന്നതും കാത്ത്. അന്നേരത്തതാ വീണു ഒരു തേങ്ങ, അത് ഹിജാബ്. അങ്ങനെ അവൻ മോങ്ങാൻ തുടങ്ങി. അങ്ങനെയുമുണ്ട്, അത് തികച്ചും ആസൂത്രിതമായതാണ്. സഹോദരങ്ങളെ, എന്നാൽ അതിന്റെ ഇസ്ലാമിക നിലപാടെന്താണ്? ഖുർആൻ പറഞ്ഞു, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറുജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ. ജാഹിലിയ കാലഘട്ടത്തിൽ പെണ്ണുങ്ങൾ അർദ്ധനഗ്നകളായി അഴിഞ്ഞാടി നടന്നിരുന്നു. അതുപോലെ നിങ്ങൾ നടക്കരുതേ എന്ന് വിശുദ്ധ ഖുർആൻ. മാത്രമല്ല, കർണാടകയിൽ കോടതിയോട് ഹിജാബ് വേണമെന്ന് പറഞ്ഞ് വാദിച്ച വക്കീൽ, മുസ്ലിം സമുദായത്തിലെ പെൺകൊടിമാർക്ക് കലാലയത്തിൽ പോകുമ്പോൾ ഹിജാബ് ധരിക്കാനുള്ള അവകാശം വേണമെന്ന് പറഞ്ഞ വക്കീൽ, അയാൾ വാദത്തിന് വേണ്ടി വാദിക്കാൻ വേണ്ടി അയാൾ പറഞ്ഞത് എന്താണ്? ഇസ്രാ മിഅ്റാജിലെ സംഭവമാണ്. പ്രിയപ്പെട്ട കോടതിക്ക്, ആ കോടതിയുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ഇസ്രാ മിഅ്റാജ് എന്ന ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട സംഭവത്തിലേക്ക്. ഇസ്രാഇന്റെ രാത്രിയിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകാശയാത്ര നടത്തി. അന്നേരത്ത് നരകം കണ്ടു. ആ നരകത്തിൽ കുറെ പെണ്ണുങ്ങളെ കണ്ടു. എന്താണ് അവരുടെ പ്രത്യേകത? ആ പെണ്ണുങ്ങൾ ശിക്ഷിക്കപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ, ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് അവരുടെ ശരീരത്തിന്റെ അംഗലാവണ്യങ്ങൾ പുറത്ത് പ്രദർശിപ്പിച്ച് അന്യ ആണുങ്ങളെ തങ്ങളിലേക്ക് ആകർഷിക്കാനും തങ്ങൾ അന്യ പുരുഷന്മാരെ ആകർഷിക്കും വിധത്തിലും നടന്നതിന്റെ പരിണിത ഫലമാണെന്ന് അന്നേരത്ത് മറുപടി ഉണ്ടായി. ഇത് ഈ അടുത്ത സമയത്ത് കർണാടകയിൽ കോടതിയുടെ മുന്നിൽ വക്കീൽ വാദിച്ചതാണ് ഈ സംഭവം. ഇസ്രാ മിഅ്റാജ് ഉദ്ധരിച്ച അദ്ദേഹം വാദിച്ചു. വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിസാഉൻ ഖാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ കഅസ്നിമത്തിൽ ബുഖ്തിൽ മാഇല ലാ യദ്ഖുൽനൽ ജന്നത വലാ യജിദിന റീഹഹാ.
വഇന്ന റീഹഹാ ലയൂജദു മിൻ മസീറതി കദാ വകദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ചില പെണ്ണുങ്ങളുണ്ട്. ഇത് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മുത്തുനബി പറഞ്ഞതാണ്. എന്റെ മുത്തുനബി, നിങ്ങളുടെ മുത്തുനബി എത്ര വ്യക്തമാണെന്ന് നിങ്ങൾ കേട്ടോളൂ. നിസാഉൻ, ചില പെണ്ണുങ്ങൾ, ഖാസിയാത്തുൻ, അവർ വസ്ത്രധാരിണികളാണ്, ആരിയാത്തുൻ, പക്ഷേ അവർ നഗ്നരാണ്. എത്ര കറക്റ്റാണ്, അബ്സല്യൂട്ട്ലി കറക്റ്റ്. എത്ര കൃത്യമായ ആക്യുറേറ്റായ ഒരു വിശദീകരണമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, എന്റെ സമുദായത്തിലെ പെൺകണിമാർ അവർ വസ്ത്രധാരിണികളാണ്, പക്ഷെ അവർ നഗ്നരാണ്. മുമീലാത്തുൻ, അവർ പുരുഷന്മാരെ തങ്ങളിലേക്ക് ആകർഷിക്കുന്നു. വാടാ, ഇങ്ങോട്ട് വാടാ, എന്റെ അന്താരാഷ്ട്രവും എന്റെ ബഹിരാകാശ പേടകങ്ങളും ഒക്കെ കണ്ടോടാ, വാടാ വാടാ എന്ന് വിളിക്കുന്നു. അത്തരത്തിലുള്ള വസ്ത്രധാരണ രീതിയിൽ അവർ നടക്കുന്നു. മാത്രമല്ല മായില, സ്ത്രീകൾ തന്നെ പുരുഷരിലേക്ക് അടുക്കുന്നതായി കാണുന്നു. സഹോദരങ്ങളെ, ഇത് സോഷ്യൽ മീഡിയയുടെ ലോകമാണ്. ഇന്നിപ്പോ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങി. പണ്ടത്തെ കാലത്തൊക്കെ ഉസ്താദുമാരും എല്ലാ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ മീറ്റിംഗിൽ വരുന്ന ട്രെയിനേഴ്സും എല്ലാം പറഞ്ഞു, നിങ്ങളെ മക്കൾക്ക് മൊബൈൽ കൊടുക്കുന്നത് ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ എന്നാണ്. ഇന്ന് എല്ലാവരും പറയുന്നത് മക്കൾക്ക് നല്ല നല്ല മെഗാഫോണുകൾ മേടിച്ചു കൊടുക്കണേ എന്നാണ്. അതല്ലാതെ നിർവാഹമില്ല. ആ തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു. എത്രയോ അധ്യാപകന്മാർ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് എത്ര കേസുകളാണ് പുതിയ പുതിയ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോ പുതിയ കാലത്ത്. അതായത് മനുഷ്യൻ ദുർബലനാണ്. അവന് ചില സന്ദർഭങ്ങളിൽ എല്ലാ മനുഷ്യരിലും ദൗർബല്യമുണ്ടാകും. ആ സന്ദർഭത്തിലാണ് അവൻ എന്തെങ്കിലും തോന്നുന്നതെങ്കിൽ അവൻ തോന്നുന്നത് ചെയ്യും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഇസ്ലാം മനുഷ്യരെ നിങ്ങൾ എപ്പോഴും അല്ലാഹുവിനെ ഓർക്കണേ എന്ന് പറഞ്ഞത്. എന്തു ചെയ്താലും നിങ്ങൾ പടച്ചവനെ ഓർക്കണേ. നിങ്ങൾക്കൊരു നല്ല കാര്യം കിട്ടിയാൽ അൽഹംദുലില്ലാഹ്, നിങ്ങൾക്കൊരു അപകടം വന്നാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വലിയ നന്മ കിട്ടിയാൽ പടച്ചവനെ അൽഹംദുലില്ലാഹ്. എന്തെങ്കിലും ഒരു അത്ഭുതം കണ്ടാൽ സുബ്ഹാനല്ലാഹ്. എന്തെങ്കിലും ഒരു അത്ഭുതകരമായ സംഭവം കണ്ടാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അങ്ങനെ എന്തെല്ലാം ദിക്റുകളാണ്. ഒരു മനുഷ്യന് ദിക്റില്ലാത്തൊരു സമയമില്ല. ഒരു മനുഷ്യന്റെ ഖൽബിന് സമാധാനം കിട്ടുന്നത് എപ്പോഴാണ്? അവൻ അല്ലാഹുവിനെ സ്മരിക്കുമ്പോൾ മാത്രമാണ്. ഒരു വിദ്യാർത്ഥി തന്റെ മുന്നിൽ വന്നിരിക്കുമ്പോൾ എങ്ങനെയാണ് അവൻ ക്ലാസ് എടുക്കേണ്ടത്? ബിസ്മി ചൊല്ലിയിട്ടാണ്, ഹംദ് പറഞ്ഞിട്ടാണ്, സ്വലാത്ത് ചൊല്ലിയിട്ടാണ്. ബിസ്മിയും ഹംദും സ്വലാത്തും കൊണ്ട് ക്ലാസ് ആരംഭിക്കുന്ന അധ്യാപകന് എങ്ങനെയാണ് തോന്നിവാസം ചെയ്യാൻ കഴിയുക? കഴിയില്ല. ഇങ്ങനെ എല്ലാ മേഖലയിലും സമഗ്രമായ ജീവിത പദ്ധതി അവതരിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഹിജാബിന്റെ കാര്യമാണ്. നമ്മൾ ഹിജാബ് പാലിക്കേണ്ടവരാണ്. ഇവിടെ കോളേജിൽ പോകുന്ന ഒരു പെൺകുട്ടിക്ക് അവളുടെ വിശ്വാസമനുസരിച്ച് ഹിജാബ് ധരിച്ചാണ് കോളേജിൽ പോകണമെന്ന് അവൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവൾക്കത് ധരിക്കാനുള്ള അവകാശമുണ്ട്. നമ്മുടെ രാജ്യം അതിന് അവകാശം നൽകുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം. നമ്മുടെ ഭരണഘടന അത് നമുക്കത് അനുശാസിച്ച് വകവെച്ച് തരുന്നുണ്ട്. പക്ഷേ ഈ രാജ്യത്തിൽ ഒരു പെണ്ണ് മഫ്ത ധരിച്ച് ഹിജാബ് ധരിച്ച് കോളേജ് ക്യാമ്പസിൽ പോയാൽ ഇവിടെ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഏതെങ്കിലും ഒരു പൗരന്റെ അവകാശം നിഷേധിക്കപ്പെടുമോ? ഏതെങ്കിലും ഒരു പൗരന് സ്വത്തിനോ അവന്റെ സമ്പത്തിനോ അവന്റെ അഭിമാനത്തിനോ എന്തെങ്കിലും ക്ഷതമുണ്ടാകുമോ? ഉണ്ടാകുകയില്ല. പിന്നെ എന്തിനാണ് ഹിജാബ് ധരിക്കുന്ന ആളുകൾക്കെതിരെ ഇവിടെ ചില ആളുകൾ കുരച്ചു ചാടുന്നത്? ബാബരി മസ്ജിദ് 92 ഡിസംബർ 6 അർദ്ധരാത്രിയിൽ ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ തച്ചു തകർത്തു തരിപ്പണമാക്കി. അരപ്പതിറ്റാണ്ടുകാലം ഇന്ത്യ രാജ്യത്തെ മുസൽമാനെയും ഹൈന്ദവനെയും എല്ലാം തമ്മിലടിപ്പിക്കാൻ വേണ്ടി
ഇവിടുത്തെ ഫാസിസ്റ്റ് ശക്തികൾ ഉറക്ക വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, ബാബരി മസ്ജിദ് അത് രാമക്ഷേത്രമാണ്, അവിടെ രാമക്ഷേത്രം നിർമ്മിക്കണം. പക്ഷേ ബാബരി മസ്ജിദിന്റെ കേസ് അവസാനിച്ചു. ഇനി അവിടെ ഒന്നും പറഞ്ഞിട്ട് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോഴവരിങ്ങനെ ആലോചിച്ചു, എന്താണ് പുതിയ മാർഗം? വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ജനങ്ങളുടെ ഹൃദയം ഭിന്നിപ്പിച്ചാലല്ലേ ഇവിടെ വോട്ട് ബാങ്കുകൾ ഉണ്ടാകൂ, അപ്പോഴല്ലേ അധികാരം കിട്ടൂ. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഹലാൽ വിവാദം കൊണ്ടുവന്നു. ഹലാൽ വിവാദം കൊണ്ടുവന്ന് പരമാവധി പൊട്ടിച്ചു നോക്കി. അത് വെള്ളത്തിൽ വീണ ഓലപ്പടക്കം പോലെ ചീറ്റിപ്പോയി, വേണ്ടത്ര വിജയിച്ചില്ല. എന്നാൽ വളരെ വേദനാജനകമായ ഒരു സംഭവം ഹിജാബിന്റെ വിഷയത്തിൽ നമ്മൾ കണ്ടു. എന്താണത്? സഹോദരങ്ങളെ, ക്രൈസ്തവരായ സഹോദരങ്ങൾ ക്രൈസ്തവ മിഷണറിമാരുടെ മാനേജ്മെന്റിന്റെ കീഴിൽ നടക്കുന്ന സ്കൂളിൽ, അവിടെ അത് നടത്തുന്ന പ്രിൻസിപ്പളും അവിടുത്തെ ടീച്ചേഴ്സുമെല്ലാം ക്രൈസ്തവരുടെ ആചാരമനുസരിച്ചുള്ള ശിരോവസ്ത്രം ധരിച്ചാണ് ആ സ്കൂളിൽ കഴിയുന്നതും അവിടെ പ്രവേശിക്കുന്നതും. എന്നാൽ ആ സ്കൂളിന്റെ കവാടത്തിലേക്ക് ഒരു മുസ്ലിം കുട്ടി ഇസ്ലാമിന്റെ ശിരോവസ്ത്രം ധരിച്ചു കൊണ്ടുവന്നപ്പോൾ, നിന്റെ ശിരോവസ്ത്രം അഴിച്ചിട്ടേ ഈ കോളേജ് ക്യാമ്പസിന്റെ അകത്തേക്ക് കയറാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് ക്രൈസ്തവ മതാചാര പ്രകാരം ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ഒരു കന്യാസ്ത്രീയായിരുന്നുവെങ്കിൽ അത് നമുക്ക് കണ്ടില്ല എന്നെങ്ങനെയാണ് നടിക്കാൻ കഴിയുക? എത്ര മലീമസമായ വർഗീയമായ ഭ്രാന്തമായ വർഗീയമായ മലീമസമായ ദുർഗന്ധമുള്ള ചിന്താഗതിയാണ് അവരുടേത്. നമ്മൾ അവരെ വിമർശിക്കുകയല്ല. ഇവിടെ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ പറ്റും, അവരുടെ വിശ്വാസമനുസരിച്ച് വസ്ത്രം ധരിക്കാൻ പറ്റും. ഇവിടെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുസരിച്ച് ജീവിക്കാൻ പറ്റും. ഇന്ത്യ രാജ്യത്തൊരു നിയമമുണ്ട്. എന്താണ് ഇന്ത്യ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? ആർട്ടിക്കിൾ 25 എന്ന് പറയുന്ന ആർട്ടിക്കിൾ പറയുന്നത് ഫ്രീഡം ഓഫ് കോൺഷ്യൻസ്, ഏതു മതവും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ ഫ്രീ പ്രൊഫഷൻ, ഏത് ജോലിയും ചെയ്യാനുള്ള അവകാശം, ഏത് മതവും സ്വീകരിക്കാനും ഏത് ആചാരമനുസരിച്ച് ജീവിക്കാനുമുള്ള അവകാശം. പോരാ, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് റിലീജിയൻ, ആ മതം തങ്ങൾ വിശ്വസിക്കുന്ന ആദർശം അതനുസരിച്ച് പരിപൂർണമായും യശസ്സോടെ ആളുകളൊക്കെ കാണുന്ന വിധത്തിൽ എനിക്ക് തലപ്പാവ് ധരിച്ച് തൊപ്പി ധരിച്ച് എനിക്ക് ഇസ്ലാമികമായ വേഷം ധരിച്ച് ജീവിക്കാൻ മാത്രമല്ല, സമാധാനപരമായി എന്റെ വിശുദ്ധ ഇസ്ലാമിലേക്ക് ആളുകൾക്ക് പ്രൊപ്പഗേഷൻ, പ്രബോധനം നടത്താൻ ഉള്ള അവകാശം കൂടി ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ആർട്ടിക്കിൾ നമ്പർ 25 ഈ രാജ്യത്തെ ഓരോ പൗരനും സമ്മതിച്ചു തരുന്നതാണ്. ഈ രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കുന്ന കാലത്തോളം ഇവിടുത്തെ ഒരു MLA പറഞ്ഞാലോ, മന്ത്രി പറഞ്ഞാലോ, MP പറഞ്ഞാലോ, ഈ രാജ്യത്തിന്റെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞാലോ, സാക്ഷാൽ പ്രൈം മിനിസ്റ്റർ പറഞ്ഞാലോ, ഈ രാജ്യത്തെ ഭരണഘടനയിൽ ഈ രാജ്യത്തെ പൗരൻ അനുവദിച്ചു തന്ന പൗരാവകാശത്തിന്റെ ലംഘനത്തിനെതിരെ സഹോദരങ്ങളെ ഇവിടുത്തെ ഭരണഘടന എന്നൊന്നും നിലനിൽക്കും. ഈ രാജ്യത്തെ ഭരണഘടന ഈ രാജ്യത്തെ പൗരന് അനുവദിച്ചു തന്ന അവകാശമാണത്, ആരുടെയും ഔദാര്യമല്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ, എപ്പോഴാണ് ഈ വേഷങ്ങളെല്ലാം വർഗീയമാകുന്നത്? ഒരു ക്യാമ്പസിലേക്ക് ഒരു കുട്ടി മഫ്ത ധരിച്ചു പോകുമ്പോൾ ഇത് ഇസ്ലാമിന്റെ വേഷമാണ്, ഇതും ധരിച്ചുകൊണ്ട് നീ ഇവിടെ വരാൻ പാടില്ല എന്ന് പറയുമ്പോഴാണ് വർഗീയതയാകുന്നത്. ഒരിക്കലും അവൾ പറയുന്നില്ലല്ലോ നിങ്ങൾ ധരിക്കൂ, നിങ്ങളും ധരിച്ചു വരണമെന്നില്ല. അവൾ വിശ്വസിക്കുന്നു എനിക്ക് എൻ്റെ ശിരോവസ്ത്രം ധരിച്ചാണ് ഞാൻ ക്യാമ്പസിൽ പോകേണ്ടതെന്ന്. അങ്ങനെ ധരിച്ച് വിശ്വസിച്ച് അവൾ പോകുമ്പോൾ അവളെ തടയാൻ പാടില്ല. ലോകത്തിവിടെ ബുദ്ധന്മാരും സിഖുകാരും ക്രൈസ്തവരും ഹിന്ദുക്കളും എല്ലാവരുമുള്ള നാടാണ് നമ്മുടെ നാട്. ഇന്ത്യ അപ്പോഴാണ് ഇന്ത്യയാകുക. നാനാത്വത്തിലേകത്വം എന്ന സൗഗന്ധിക പൂവ് വിടർന്ന് പരിമളം പരത്തുന്ന ഇന്ത്യ രാജ്യത്ത്
ഹൈന്ദവന്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ക്രൈസ്തവന്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട്. സിഖുകാരനും പാഴ്സിക്കും ജൈനനും ബുദ്ധനുമെല്ലാം അവന്റെ വിശ്വാസങ്ങളും അവന്റെ ആചാരങ്ങളും അവന്റെ അനുഷ്ഠാനങ്ങളും അവന്റെ വേഷവിധാനങ്ങളും അവന്റെ വിശ്വാസധാരകളും എല്ലാം മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള അവകാശം ഈ രാജ്യത്തിന്റെ ഭരണഘടന ഈ രാജ്യത്തെ പൗരന്മാർക്ക് നൽകുന്ന അവകാശമാണ്. സഹോദരങ്ങളെ, 5 നേരം കൃത്യമായി ഞാനും നിങ്ങളും നിസ്കരിക്കണം. അള്ളാഹുവിനെ പേടിച്ച് ഞാനും നിങ്ങളും ജീവിക്കണം. ആരും കള്ളു കുടിക്കരുത്, പെണ്ണ് പിടിക്കരുത്, ചൂത് കളിക്കരുത്, പലിശ ഇടപാട് നടത്തരുത്, ഒരു മനുഷ്യരോടും അന്യായമായി പെരുമാറരുത്. എല്ലാ മനുഷ്യരോടും നമ്മൾ നല്ല നിലയിൽ മാത്രം പെരുമാറണം. ഒരാളോടും അസൂയ വെച്ച് പുലർത്തരുത്, ഒരാളോടും മനസ്സിൽ വിദ്വേഷം വെച്ച് പുലർത്തി ജീവിക്കരുത്. അയൽപക്കക്കാരന് നല്ല വീടുണ്ടാകുമ്പോൾ നമ്മൾ അസൂയ വെക്കരുത്. അയൽപക്കത്തുള്ള കുട്ടിക്ക് നല്ല ജോലി കിട്ടുമ്പോൾ നമ്മൾ അസൂയ വെക്കരുത്. നമുക്കെന്ത് നേട്ടം വന്നാലും രാജാതിരാജനായ റബ്ബാണതെല്ലാം തരുന്നത്. അയൽപക്കക്കാരന് പണം കൊടുത്തവൻ റബ്ബാണ്, എനിക്കിവിടെ സംസാരിക്കാൻ ശേഷി തന്നവൻ റബ്ബാണ്. അതെല്ലാം ഡിസിഷൻ ഓഫ് അല്ലാഹ്, ഡിസിഷൻ ഓഫ് ആൾമൈറ്റി. അത് പടച്ചവന്റെ തീരുമാനമാണ്. അള്ളാഹുവിന്റെ തീരുമാനത്തിൽ അതൃപ്തി കാണിക്കാൻ എനിക്കും നിങ്ങൾക്കും എന്തവകാശമാണുള്ളത്? അതുകൊണ്ട് നമ്മൾ നന്മ മാത്രം ചെയ്യാൻ ശ്രമിക്കണം, പാവങ്ങളെ സഹായിക്കാൻ ശ്രമിക്കണം. കരുണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തകർ പാവങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ നല്ല ബറക്കത്തുള്ള നാടാണ് ഈ നാട്. എൻ്റെ മുന്നിൽ 1000-ങ്ങളോ 10,000-ങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഞാൻ എന്തിനാണ് ഇത്ര എന്നെ കൊണ്ടാകുന്ന രീതിയിൽ നല്ല രീതിയിൽ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്? എനിക്കൊരു ഉത്തമ ബോധ്യമുണ്ട്. 10 ആളുകൾ കേട്ടാലും അതിൽ 5 ആളുകൾക്കെങ്കിലും എഫക്ട് ചെയ്താലോ, അതുകൊണ്ട് എൻ്റെ ഖബറിൽ എനിക്ക് പ്രതിഫലം കിട്ടിയാലോ, അതുകൊണ്ട് എൻ്റെ ആഖിറത്തിൽ എനിക്ക് പ്രതിഫലം കിട്ടിയാലോ, അതുകൊണ്ട് ഈ നാട്ടിൽ എന്തെങ്കിലും നന്മയായ പ്രവർത്തനങ്ങൾ ഉണ്ടായാലോ എന്ന് പ്രതീക്ഷ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എൻ്റെ ഹൃദയമുള്ള സഹോദരങ്ങളെ, ഉമ്മമാരെ, ചെറുപ്പക്കാരെ, ഇന്നോ നാളെയോ നമ്മുടെ ജീവിതം അവസാനിച്ചു പോയേക്കും. പള്ളിക്കാട്ടിൽ എത്രയോ ഖബർസ്ഥാനുകൾ നിങ്ങൾ കാണുന്നില്ലയോ? ഒഴുകുപാറ പള്ളിയിൽ ജുമാ നിസ്കരിക്കാൻ വരുമ്പോൾ ആ പള്ളിക്കാട്ടിലേക്കൊന്ന് നോക്കണേ. ഇന്ന് എത്രയോ ആളുകൾ അവിടെ മരിച്ചു കിടക്കുന്നു. ചെറുപ്പക്കാരാ, നീ നല്ല ബോഡി ടൈറ്റുള്ള ജീൻസും പാൻറ്റും ഒക്കെ ഇട്ട് നല്ല ജിംനേഷ്യനിൽ പോയി നിന്റെ പുഷ് ബാക്കും സിസ് ബാക്കുമായിട്ടൊക്കെ പള്ളിയിൽ വരുമ്പോൾ നീ വല്ലപ്പോഴും ഒന്ന് ആ ഖബർസ്ഥാനിലേക്കൊന്ന് നോക്കണേ മോനെ. നീ ചീറിപ്പാഞ്ഞ് നിന്റെ ബൈക്കിൽ വളരെ ഫാസ്റ്റായി പോകുമ്പോൾ എതിരെ വരുന്ന വാഹനം ഇടിച്ച് നിമിഷ നേരം കൊണ്ട് പിടഞ്ഞ് നിന്റെ റൂഹ് പിരിഞ്ഞു പോയാൽ ഒഴുകുപാറ പള്ളിയുടെ ഖബർസ്ഥാനിലേക്കാണ് നിന്റെ ജനാസ കൊണ്ടുവന്ന് വെക്കുക. നിന്റെ ഉമ്മ വരില്ല, വാപ്പ വരില്ല, കുടുംബക്കാരില്ല, കൂട്ടുകാരില്ല, ഒരാളും. നിന്റെ മൊബൈലിലേക്ക് മെസ്സേജ് അയച്ചവരെവിടെ? നിന്റെ ഇൻസ്റ്റഗ്രാമിൽ നിന്നെ ഫോളോ ചെയ്യുന്നവരെവിടെ? നിന്റെ ഫേസ്ബുക്ക് ലൈവിന് ലൈക്ക് ചെയ്തവരും കമന്റ് പറഞ്ഞവരും എവിടെ? ആരും വരാത്ത 6 അടി മണ്ണിന്റെ അകത്തളത്തിൽ ഏകാന്തനായി അല്ലാഹു അല്ലാതെ ഒരാളും സഹായത്തിനില്ലാത്ത ഖബറിൽ ഞാനും നീയും കിടക്കേണ്ടതാണെന്ന ഉത്തമ ബോധ്യത്തോടെ എൻ്റെ പൊന്നു പെങ്ങളെ, നിനക്ക് അല്ലാഹു ഒരൽപ്പം മൊഞ്ചു തന്നപ്പോഴേക്കും, നിനക്ക് പടച്ചവനൊരു സൗന്ദര്യം തന്നപ്പോഴേക്കും നീ അന്യ ആണുങ്ങളുമായി ആടിപ്പാടി രസിച്ചിങ്ങനെ നടക്കുകയാണ്. മോളെ, മരിക്കുന്നൊരു ദിവസമുണ്ട്. നിന്നെ അന്ന് പള്ളിക്കാട്ടിൽ കൊണ്ടുവന്ന് താഴ്ത്തി വെക്കും. നിന്റെ വാപ്പയില്ല, കൂട്ടുകാരില്ല, കാമുകന്മാരില്ല, ആരുമില്ല. നിന്റെ ബോയ് ഫ്രണ്ട് ഇല്ല, ഗേൾ ഫ്രണ്ട് ഇല്ല, ആരും വരാത്ത ഖബറിൽ നീ ഒറ്റയ്ക്കാണ്, ഞാൻ ഒറ്റയ്ക്കാണ്. അന്ന് സഹായിയായി പടച്ചവനല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് എൻ്റെ ഉമ്മ, പെങ്ങളെ, ചെറുപ്പക്കാരെ, ഉപ്പ, അല്ലാഹുവിനെ പേടിച്ച് ഞാനും നിങ്ങളും ജീവിക്കണം. എന്തൊക്കെ വന്നാലും, ഇൻസ്റ്റഗ്രാം വന്നാലും, ഫേസ്ബുക്ക് വന്നാലും, ട്വിറ്റർ വന്നാലും, സോഷ്യൽ മീഡിയ എത്ര ബാലിസ്റ്റിക്, ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ പോലെ കുതിച്ചു ചാടിയാലും മരിച്ചാൽ പള്ളിക്കാട്ടിലെ ഖബറിൽ കൊണ്ടുവെക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സുഹൃതങ്ങൾ വേണം.
ഇന്നോ നാളെയോ അവസാനിക്കുന്ന ചെറിയ ജീവിതമാണ് എന്റെയും നിങ്ങളുടേത്. അതുകൊണ്ട് നല്ല പ്രവർത്തനങ്ങളിൽ നമ്മൾ സജീവമാകണം. അത് ഭയങ്കര സംഭവമാണ്. അദിമിസ്സലാത്ത അലൻ നബി മുഹമ്മദി ഫഖബൂലുഹാ ഹത്മൻ ബിദൂനി തറദ്ദുദി അഅമാലുനാ ബൈനൽ ഖബൂലി വറദ്ദിഹാ ഇല്ല സ്വലാത്ത അലൻ നബി മുഹമ്മദി. എല്ലാ ഇബാദത്തും ഒന്നുകിൽ അല്ലാഹു സ്വീകരിക്കാം, അല്ലെങ്കിൽ അല്ലാഹു തള്ളിക്കളയാം. എല്ലാ ഇബാദത്തിന്റെ അവസ്ഥ എന്താണ്? ഒന്നുകിൽ അല്ലാഹു അത് സ്വീകരിക്കാം, അല്ലെങ്കിൽ അല്ലാഹു അത് തള്ളിക്കളയാം. എന്നാൽ സ്വലാത്തിന്റെ കാര്യം അങ്ങനെയല്ല. അല്ലാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പായ ഇബാദത്താണ് സ്വലാത്ത്. അതുകൊണ്ട് ഉമ്മമാരെ, ഒരു 100 സ്വലാത്ത് എല്ലാ ദിവസവും പതിവാക്കണേ. എത്ര എളുപ്പമാണ്. നിങ്ങൾക്ക് മിക്സിയുടെ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ തുടങ്ങിയാ പോരെ, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ വാഹിദതൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറാ. എപ്പോഴും കേൾക്കുന്നതാണ്. ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു അവന്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലും എന്ന് പറഞ്ഞാൽ അവന്റെ 10 പാപങ്ങൾ പൊറുക്കും. മുഹദ്ദിദീങ്ങൾ പറഞ്ഞു, അവന് 10 പദവികൾ ദുനിയാവിൽ ഉയർത്തും, ആഖിറത്തിൽ ഉയർത്തും. അവന്റെ 10 പാപങ്ങളെ മായ്ക്കപ്പെടും. അവന്റെ പേരിൽ 10 നന്മകളെ എഴുതി ചേർക്കും. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, അതുകൊണ്ടൊരു 11 സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ഇറക്കാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.